അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമൈർ ബിൻ അബി വക്കാസ് റളിയല്ലാഹുവിനെ ഓർമ്മയുണ്ടോ? ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സൈന്യത്തെ അണിയായിട്ട് നിർത്തുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു. ഉമൈർ എന്നാണ് പേര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് നീങ്ങുമ്പോൾ ഉമൈർ റളിയല്ലാഹു അൻഹു റസൂലിനെ കബളിപ്പിച്ച് മറുവശത്തേക്ക് മാറും. അങ്ങനെ റസൂലിനിങ്ങനെ മാറിക്കളിക്കുകയായിരുന്നു ഉമൈർ റളിയല്ലാഹു അൻഹു. സൈന്യത്തിലെ തൻ്റെ സഹോദരൻ ഉമൈറിൻ്റെ സഹോദരൻ സഅദ് ബിൻ അബി വക്കാസ് ഉമൈർ റളിയല്ലാഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഉമൈറെ, നീ എന്ത് കളിയാണ് കളിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ ഇങ്ങനെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഉമൈർ റളിയല്ലാഹു പറയുന്നൊരു വർത്തമാനമുണ്ട്, സഅദേ, എനിക്ക് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ യുദ്ധത്തിന് പോകണം, അങ്ങനെ എനിക്ക് ഷഹീദാകണം, അങ്ങനെ എനിക്ക് സ്വർഗത്തിൽ റസൂലിൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നെ കുട്ടിയായതുകൊണ്ട് റസൂല് കൊണ്ടുപോകാതെ ഈ കാഫിലയുമായി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ റസൂലിനെ മാറിക്കളിക്കുന്നത് എന്നുള്ളതാണ്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൈർ റളിയല്ലാഹുവിനെ കണ്ടു. ആ യുദ്ധത്തിൻ്റെ അണിയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. കുട്ടികൾക്ക് യുദ്ധത്തിന് പോകേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഉമൈർ റളിയല്ലാഹു അൻഹു വല്ലാതെ കൊതിച്ചതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിൽക്കാൻ പറഞ്ഞിട്ടും റസൂലിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടന്ന് പൊട്ടിക്കരയുകയാണ്, വാശി പിടിച്ച് കരയുകയാണ് പോരാൻ. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അനുവാദം കൊടുത്തു, നീയും പോര് എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി ഉമൈർ റളിയല്ലാഹു അൻഹു ആ സൈന്യത്തിൻ്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ രണാങ്കണത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കളോട് പോരാടി അവിടെ ഷഹീദാവുകയാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയും, ബദരീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഷഹീദായി ഉമൈർ ബിൻ അബി വക്കാസ് റളിയല്ലാഹുവിൻ്റെ പേര്.